കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് സർവ്വവിഘ്നങ്ങളും ഹരിച്ച് മുട്ടക്കറുത്ത് അവിടുന്ന് അനുവാദമൊക്കെ വാങ്ങി നമുക്ക് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. ആ ഗോപുരവാതിലിൻ്റെ ആ ദീപസ്തംഭം കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷമായില്ലേ? ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊക്കെ ഉള്ള ആ എഴുത്തുകൾ, ആ മന്ത്രങ്ങൾ നമ്മൾ വായിച്ച്, ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രമൊക്കെ വായിച്ച് നമ്മൾ അകത്തേക്ക് കിടക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കടന്ന് നേരെ ആ കൊടിമരത്തിൻ്റെ അതിൽ അങ്ങനെ നേരെ പോകുമ്പോൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറിയിട്ട് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ ആ ഇടതുവശത്തുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. അതുപോലെ വലതുവശത്തുള്ള ആ തൂണ്, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കിത്തോഴാം. അത് കണ്ടതിന് ശേഷം നേരെ അതിനുശേഷം നേരെ നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ ദിവ്യപ്രകാശം ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അത് കണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണൻ കാൽ തളകൾ കാണാണ്ട് കൈവളകൾ ഇട്ടുണ്ട്. രണ്ട് കൈ ഇങ്ങനെ വെറുതെ പിടിച്ച് ഓടക്കുഴലും വെണ്ണയാണ്. കൈവളകൾ കാണാനുണ്ട്. പിന്നെ മാറത്ത് ഒരു മാങ്ങാമാലയുണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്, തോൾവളകളുണ്ട്, കിരീടം ചാർത്തിയിട്ടുണ്ട്, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്, കളഭം കൊണ്ട് പീലി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള അലങ്കാരം. പിന്നെ പഴയം കൃഷ്ണപ്രസാദ് ഒതുക്കനാണ് കളഭാലങ്കാരം ചെയ്തിട്ടുണ്ട്. ഉച്ചപൂജ മേൽശാന്തി ശ്രീജിത്ത് നമ്പൂതിരിയാണ്, പുതുമന ശ്രീജിത്ത് നമ്പൂതിരി. വളരെ കേമായിട്ടുള്ള അലങ്കാരം. എന്നാൽ വലിയ ഇതൊന്നുമില്ല, ഇനി വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. പിന്നെ ഒരു വെളുത്ത മാല മാത്രം, എന്നാൽ ഒരു ഉണ്ടമാല മാത്രമാണ് ഉള്ളത്. തിരുമുടിമാല 2 ഉണ്ട്, തെച്ചിയും തുളസിയായിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ വേറിട്ട് കാണാനുണ്ട്. കൃഷ്ണൻ്റെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ഒരു ഇത് മാത്രമായിട്ട് ഇങ്ങനെ കാണുകയാണ്. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ കളഭാലങ്കാരം മാത്രമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ സോപാനപ്പടിയിൽ നിന്നിട്ട് കണ്ട് തൊഴുതോളും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അത് കഴിഞ്ഞ് നമ്മൾ തൊഴുത് നമ്മളെ പ്രശ്നങ്ങളൊക്കെ അവിടെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴുതു. പിന്നെ ആ സപ്തമാതാക്കളെ ഒന്ന് തൊഴുതു. പിന്നെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ നല്ല കളഭം കൊണ്ട് ഇങ്ങനെ അലങ്കാരം ചെയ്തിട്ടുണ്ട്, ചന്ദനം കൊണ്ട്. മുഖം തുമ്പിക്കൈയും നിറയെ വട്ടപ്പൊട്ടുകൾ വെച്ചിട്ടുണ്ട്, ആ സ്വർണത്തിൻ്റെ പൊട്ടുകൾ. പിന്നെ തുളസിമാല ചാർത്തിയിട്ടുണ്ട്, അതുപോലെ തെച്ചിയുണ്ട്, താമരയും, അങ്ങനെ 2-3 മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതിനപ്പുറം നോക്കുമ്പോൾ നല്ല കദളിപ്പഴം, പഴുത്ത കദളിപ്പഴം ഉണ്ട്. പിന്നെ ധാരാളം അർച്ചനപ്രസാദം അവിടെ ഉണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അതിനുശേഷം സരസ്വതി ദേവീനെ കണ്ടു. സരസ്വതി ദേവീൻ്റെ ഫോട്ടോ കണ്ട് തൊഴുക. അങ്ങനെ തൊഴുത് സരസ്വതി ദേവീനെ കാണുക. അപ്പോൾ എല്ലാവർക്കും ആ സരസ്വതി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നേരെ ഇനി നമ്മൾ പോകുന്നത് ചെറിയ ഗണപതിയെ കാണാം. ചെറിയ ഗണപതിയെ കണ്ട് അവിടെ ഒന്ന് തൊട്ട് തലോടിയിട്ട് പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹ വരെയുള്ള രൂപങ്ങൾ മേൽശാന്തിയുടെ റൂമിൻ്റെ ഇപ്പുറത്തുണ്ട്. അതിനുശേഷം മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങി പിന്നീട് വാമന രൂപം കാണാം. അത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് തിരിഞ്ഞു പോരുമ്പോൾ ശ്രീകോവിലിൻ്റെ പുറകു വശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അപ്പോൾ നമസ്കരിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻവശത്ത് പറയാൻ പറ്റാത്തതൊക്കെ പുറകു വശത്തായിട്ട് പറയാം. അപ്പോൾ അതിന് ശേഷം നേരെ ശ്രീരാമചന്ദ്രനെയും മറ്റുള്ള ആളുകളൊക്കെ, രാമചന്ദ്രന്മാരൊക്കെ കണ്ടിട്ട് വീണ്ടും കൽക്കി വരെയുള്ള ആളുകളെ കണ്ട് കൃഷ്ണൻ്റെ അടുത്ത് പോയി കൃഷ്ണനിൽ നിന്ന് നല്ലൊരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുരുക ഭഗവാനെ കണ്ടു തൊഴാം. അതിനുശേഷം നേരെ ഇങ്ങനെ വരുമ്പോൾ
നമ്മളെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് എത്തിയിട്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തിയിട്ടുണ്ട്, കുങ്കുമമുണ്ട് താരം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയ കരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം ആരോഗ്യര അജാഡ്യം വാക്മടുക്കം ഹനുമത് സ്മരണാഭവത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അത് കഴിഞ്ഞ് ഓവിൻ്റെ അവിടെ ഒന്ന് നമസ്കരിച്ചു. അത് കഴിഞ്ഞ് ഗ്രില്ലിന് അപ്പുറത്തേക്ക് കിടന്നിട്ട് താമരക്കണ്ണനെ കണ്ട് തൊഴുതു. മണിക്കിണറൊന്ന് നോക്കി തൊഴുതു. അതിനുശേഷം നൃത്തമണ്ഡപത്തിലേക്ക് നോക്കി ഉണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് അതൊന്ന് കണ്ടു. അതിനുശേഷം നമ്മളിങ്ങനെ പുറത്തേക്ക് വന്ന് കുറൂരമ്മേനെയും അതുപോലെ വസുദേവരെയൊക്കെ കണ്ട് തൊഴുതു വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും നമ്മൾ ആ പ്രസാദ കൗണ്ടറിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് എടത്തരികത്ത് കാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഭഗവതിയെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ ആ മമ്മിയൂരപ്പൻ്റെ അവിടെ വന്ന് മമ്മിയൂരപ്പനെ കണ്ടു തൊഴുകയാണ്. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ കണ്ടു തൊഴുതു. ഇനി നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നാൽ വീണ്ടും നമ്മളെ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കാണാം. ഓടക്കുഴലിൽ വിളിച്ച് നിൽക്കുന്ന വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളും. അതിനുശേഷം കൂത്തമ്പലത്തിൽ വന്നിട്ട് അവിടെ ഒന്ന് തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ട് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രീയസ്തുഭ്യം നമോ നമ. അങ്ങനെ പടിഞ്ഞാറ് നടയിൽ വന്നിട്ട് ആ ദീപസ്തംഭം നോക്കിയിട്ട് ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപം കാണാം. അതുപോലെ കൊടിമരത്തിലെ വേണുഗോപാല സ്വരൂപം നോക്കിയിട്ട് തൊഴാം. അപ്പോൾ നമ്മൾ ഇന്നും ഉച്ചപൂജ ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരമൊക്കെ എൻ്റെ കൂടെ വന്ന് തൊഴുതു കിട്ടും. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇനിയിപ്പോൾ ഉത്സവമൊക്കെ തുടങ്ങാറായി. അപ്പോൾ എല്ലാവരും ഉത്സവത്തിനൊക്കെ വരാൻ തയ്യാറെടുക്കുക. പറ്റാവുന്നവരെല്ലാവർക്കും എത്താൻ കഴിയട്ടെ. അപ്പോൾ അഥവാ പറ്റാത്ത ആളുകളുടെ പറ്റാത്ത ആളുകൾ പ്രാർത്ഥിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഹരേ കൃഷ്ണ.